എല്ലാ പ്ലസ് വൺ സ്റ്റുഡൻസിനെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് പ്ലസ് വൺ ബയോളജിയിലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് ഫുഡ് വേണം, പിന്നെ ഓക്സിജൻ വേണം അല്ലേ? അവർക്ക് ആ ഫുഡിൽ നിന്നും ന്യൂട്രിയൻസും ഓക്സിജനും പിന്നെ എന്താണ് ബാക്കിയുള്ള സബ്സ്റ്റൻസ് എല്ലാം കിട്ടുന്നുണ്ട്. സബ്സ്റ്റൻസ് മാത്രം എന്താണ് കിട്ടിയാൽ പോരാ, അവരുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അല്ലെങ്കിൽ അതേപോലെയുള്ള ഹാംഫുൾ സബ്സ്റ്റൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി നടക്കുന്നതിന് വേണ്ടി, പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടി ഈ പറയുന്ന വേസ്റ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. സിമ്പിൾ ഓർഗാനിസം ആയിട്ടുള്ള സ്പോഞ്ചസ്, സീലിൻഡ്രേറ്റ്സ് ഒക്കെ അവരുടെ സറൗണ്ടിങ്സിൽ നിന്നും വാട്ടറിനെ അവരുടെ ബോഡി ക്യാവിറ്റീസിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ സെൽസിൽ നിന്നും ഇങ്ങനെയുള്ള വേസ്റ്റ് സബ്സ്റ്റൻസിനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? റിമൂവ് ചെയ്യാറുണ്ട്. ധാരാളം കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് പ്രത്യേകതരം ഫ്ലൂയിഡ്സ് ഒക്കെ അവരുടെ ബോഡീസിൽ യൂസ് ചെയ്ത് അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ബ്ലഡാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബോഡി ഫ്ലൂയിഡ്. ഏറ്റവും കൂടുതൽ ഹയർ ഓർഗാനിസംസ് നമ്മൾ മനുഷ്യരടക്കം ഉപയോഗിക്കുന്നത് ബ്ലഡാണ്. വേറൊരു ബോഡി ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ പേര് ലിംഫ് എന്നാണ്. ഇതേപോലെ എന്താണ് സബ്സ്റ്റൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ബ്ലഡ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലും ബ്ലഡ് ഉണ്ട്. ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിനകത്ത് ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്, പിന്നെ പ്ലാസ്മയുണ്ട്, പിന്നെ ബ്ലഡിനകത്തുള്ള എലമെൻറ്റിനെയാണ് ഫോംഡ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡാണ്. നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന സ്ട്രോ കളേർഡാണ്. മീൻസ് വൈക്കോലിൻ്റെ നിറമാണ്, അതിനൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. വിസ്കസ് ഫ്ലൂയിഡാണ്. നമ്മുടെ ബ്ലഡിൽ 55% ഈ പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിൽ 90 മുതൽ 92% വാട്ടറും പിന്നെ 6 മുതൽ 8% മാത്രമാണ് പ്രോട്ടീൻസ് വരുന്നത്. ഈ പ്ലാസ്മയിലുള്ള മേജർ പ്രോട്ടീൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ് ആൻഡ് ആൽബ്യൂമിൻസ് ആണ് ഇതിനകത്തുള്ള മേജർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ റോൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ ക്ലോട്ടിംഗ് ഓർ കോആഗുലേഷൻ ഓഫ് ബ്ലഡ്, രക്തത്തിനെ കട്ടപിടിപ്പിക്കുന്ന ആ ഒരു റോളാണ്. അടുത്ത് ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പട്ടാളക്കാരാണെന്ന് തന്നെ പറയാം. ഡിസീസ് കാസിംഗ് ആയിട്ടുള്ള പാത്തജൻസിനെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യാതെ ഇവരാണ് തടയുന്നത്. അടുത്ത ആൽബ്യൂമിൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ് നിലനിർത്താനാണ് ആൽബ്യൂമിൻ സഹായിക്കുന്നത്. ആൽബ്യൂമിൻ എന്ന് പറയുന്ന പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എഗ്ഗിൻ്റെ വെള്ളേനെ നമ്മൾ ആൽബ്യൂമിൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ യെല്ലോ കളർ പാർട്ടിനെ യോക്ക് എന്നാണ് പറയുന്നത്. അത് പ്രോട്ടീനാണ് ഈ ആൽബ്യൂമിൻ എന്ന് പറയുന്നത്. പ്ലാസ്മയിൽ ചെറിയ എമൗണ്ട് മിനറൽസും കൂടെ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് ആയിട്ടുള്ള സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, ഹൈഡ്രജൻ കാർബണേറ്റ്, ക്ലോറിൻ ഇവയൊക്കെ, പിന്നെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് പ്ലാസ്മയിൽ എന്താണ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും എന്ത് ചെയ്യും? കാണപ്പെടുന്നവയാണ്. ബ്ലഡിനെ കട്ടപിടിപ്പിക്കാനുള്ള ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലെങ്കിൽ കോആഗുലേഷൻ ഫാക്ടർ പ്ലാസ്മയിൽ പ്രസൻ്റ് ആണ്. ഒരു ഇനാക്റ്റീവ് ഫോമിൽ അത് കാണപ്പെടും. ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മേനെയാണ് സീറോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോംഡ് എലമെൻറ്റ്സ് ആണ്. നമ്മുടെ ബ്ലഡിലുള്ള എലമെൻറ്റ്സിനെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് ഇവരെയാണ് ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ 45% ഇവരാണ്. ഈ പറഞ്ഞ എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ്. എറിത്രോസൈറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ലൂക്കോസൈറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് പറയാം. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. ഏതാണ്? ത്രോംബോസൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവുകയാണ്. അത് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ നമുക്ക് RBC എന്ന് പറയാം. നമ്മുടെ ബ്ലഡിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും RBC ആണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ 5 മില്യൺ മുതൽ 5.5 മില്യൺ വരെയാണ് RBC ഉള്ളത്. മില്ലിമീറ്റർ റേസ് ടു -3 കണക്കിലാണ് എന്ത് ചെയ്യുന്നത്? RBCയുടെ കൗണ്ടിനെ ബ്ലഡിൽ ഡിനോട്ട് ചെയ്യുന്നത്. 5 മില്യൺ ടു 5.5 മില്യൺ ആണ് RBC ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൽട്ട് മാനിൻ്റെ ശരീരത്തിലുള്ളത്. RBC കാണപ്പെടുന്നത് റെഡ് ബോൺ മാരോയിലാണ്. അതായത് നമ്മുടെ ബോൺസിൻ്റെ അകത്തെന്താണ്? മജ്ജ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു പാർട്ടുണ്ട്. ബോൺ മാരോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ്. അവിടെയാണ് ഈ പറയുന്ന RBC ഫോം ചെയ്യുന്നത്. അവയ്ക്ക് എന്താണ്? ന്യൂക്ലിയസ് ഇല്ല. അതായത് മോസ്റ്റ് മെമേലിയൻ ആയിട്ടുള്ള ഈ പറയുന്ന RBCക്ക് എന്താണ്? ന്യൂക്ലിയസ് ഇല്ല. ആൻഡ് ആർ ബൈ കോൺകേവ് ഇൻ ഷേപ്പ്. അവരുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബൈ കോൺകേവ് ആണ്. അതായത് നമ്മുടെ ആൽപ്പല്ലീബെ മുട്ടായിയുടെ ഷേപ്പിലാണ് ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസ് ഇരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ രക്തത്തിന്
റെഡ് കളറ്. സോ ഇതിന് കാരണമായിട്ട് പറയുന്നത് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ നമ്മുടെ രക്തത്തിലുള്ളത് കൊണ്ടാണ് രക്തത്തിന് റെഡ് കളർ ആവാനായിട്ട് കാരണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണും. 100 ലിറ്റർ ബ്ലഡിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ ആണ് കാണുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആണ്. ഇവരെന്താണ്, റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. റെസ്പിറേറ്ററി ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുക ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. മനുഷ്യരെ പോലെ ജനിച്ചാൽ എന്നായാലും മരിക്കണം അല്ലേ? അതേപോലെ തന്നെയാണ് RBCക്ക്, റെഡ് ബ്ലഡ് സെൽസിനും അതേപോലെയാണ്. അതിനൊരു ആവറേജ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ഉണ്ട്. അത് 120 ദിവസമാണ്. 120 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ തനിയെ നശിച്ചു പോകും. അവരുടെ സ്പ്ലീനിൽ വെച്ച്, അല്ലെങ്കിൽ RBCയുടെ ഗ്രേവി യാർഡിനെയാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്, അവിടെ വെച്ച് അത് തനിയെ ഡിസ്ട്രോയ് ആവുകയും പുതിയ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്ന ഓമന പേരിട്ട് ഇതിനെ നമുക്ക് വിളിക്കാം. WBC എന്ന് പറയും. നേരത്തെ റെഡ് ബ്ലഡ് സെൽസിന് റെഡ് കളർ എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽ നിങ്ങൾ ആലോചിക്കാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ്. മറ്റവന് കളർ ഉണ്ടായിരുന്നു, ബട്ട് ഇവന് കളറില്ല. ഇവൻ കളർലെസ് ആണ്. കാരണം എന്താ? മറ്റവന് ഹീമോഗ്ലോബിൻ ഉണ്ട്, ഇവന് ഹീമോഗ്ലോബിൻ ഇല്ല. വൈറ്റ് ബ്ലഡ് സെൽസ് കളർലെസ് ആണ്, അവന് ഹീമോഗ്ലോബിൻ ഇല്ല. പിന്നെ ഇവൻ എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ളവനാണ് ഇവൻ. ബട്ട് എന്താണ്? ബ്ലഡിലെ എമൗണ്ട് അളവ് കുറവാണ്. 6000 മുതൽ 8000 മില്ലി മീറ്റർ -3. 6000 മുതൽ 8000 വരെയാണ് നമ്പറാണ് ബ്ലഡിൽ കാണപ്പെടുന്നത്. ഇവരെന്താണ്? കുറച്ചു കാലം മാത്രമേ ജീവിക്കത്തുള്ളൂ. പിന്നെ ഇവനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഗ്രാനുലോസൈറ്റ്സ് എന്നും അഗ്രാനുലോസൈറ്റ്സ് എന്നും. ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ്. അപ്പോൾ ഇനി ഗ്രാനുലോസൈറ്റ്സിലും അഗ്രാനുലോസൈറ്റ്സിലും വരുന്നവനെ നോക്കാം. ന്യൂട്രോഫിൽ, എസിനോഫിൽ, ബേസോഫിൽ ഇവയൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്സിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ എന്ന് പറയുന്നത്. ലിംബോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ് അഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത്. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്ന ന്യൂട്രോഫിൽസ് ആണ് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള സെല്ല്. മൊത്തത്തിലുള്ള WBCയിൽ 60 മുതൽ 65% വരെയാണ് ന്യൂട്രോഫിൽസ് കാണപ്പെടുന്നത്. ബേസോഫിൽസ് 0.5 മുതൽ 1% വരെയാണ് അതിൽ ഉള്ളത്. പിന്നെ ന്യൂട്രോഫിൽസും മോണോസൈറ്റും 6 മുതൽ 8% വരെ കാണും. അവരെന്താണ്? ഫാഗോസൈറ്റിക് സെൽസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഏതെങ്കിലും ഫോറിൻ ആയിട്ടുള്ള ഓർഗാനിസം കയറിയാൽ അവയെ നശിപ്പിക്കുന്ന ജോലിയാണ് ഈ പറയുന്ന ന്യൂട്രോഫിൽസിനും മോണോസൈറ്റ്സിനും ഉള്ളത്. ബേസോഫിൽസ് 3 പ്രോട്ടീൻസിനെ സെഗ്രിഗേറ്റ് ചെയ്യും. ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. ഇവയൊക്കെ എന്താണ്? ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ഇൻവോൾവ് ആണ്. അടുത്ത എസിനോഫിൽസ് 2 മുതൽ 3% വരെയാണ് ബ്ലഡിലുള്ളത്. ഇവർ ഇൻഫെക്ഷൻസിനെയൊക്കെ തടയും. ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അടുത്ത ലിംബോസൈറ്റ് നമ്മുടെ ബ്ലഡിൽ 20 മുതൽ 25% വരെയാണ് കാണുന്നത്. ഇവ 2 തരമാണ് ഉള്ളത്. B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും ആണ്. B ആൻഡ് T ലിംഫോസൈറ്റ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണം. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ബ്ലഡ് സെൽസിൻ്റെ. നെക്സ്റ്റ് ടോപ്പിക് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സിനെയാണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവർ സെല്ലിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ആണ്. മെഗാ കാരിയോസൈറ്റ്സിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോൺ മാരോയിലുള്ള സ്പെഷ്യൽ സെൽസിനെയാണ് മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ നോർമലി 1,50,000 മുതൽ 3,50,000 പ്ലേറ്റ്ലെറ്റ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. നമ്മുടെ ബ്ലഡിൻ്റെ ക്ലോട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ കോഗുലേഷന് വേണ്ടി, രക്തത്തിനെ കട്ട പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു മുറിവ് ഉണ്ടാകുമ്പോൾ എന്താണ്? ആ ഭാഗത്ത് ആ ഒരു ക്ലോട്ടിനെ ഉണക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ടിങ് ഡിസോർഡേഴ്സിന് തന്നെ കാരണമാകും. അതായത് നമുക്കിപ്പോൾ ഒരു മുറിവ് വന്നാൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കുകയും ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് എക്സസ് ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അത് കാരണം എന്താണ്? വലിയ പ്രശ്നങ്ങൾക്ക് തന്നെ അത് കാരണമാവുകയും ചെയ്യും. നമ്മൾ 3 തരം ബ്ലഡ് സെൽസിനെ പറ്റിയാണ് പഠിച്ചത്. ഒന്നാമത്തത് എറിത്രോസൈറ്റ്സ്, അതായത് റെഡ് ബ്ലഡ് സെൽസ്, RBC എന്ന് പറയും. രണ്ടാമത്തത് ലൂക്കോസൈറ്റ്സ്, WBC, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയും. മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്.
അടുത്ത വൈറ്റ് ബ്ലഡ് സെൽസ് കളർലെസ് ആണ്, ഹീമോഗ്ലോബിൻ ഇല്ല. മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ബ്ലഡിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെടുകയും അത് കാരണം എന്താണ് ധാരാളം പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇത്രയും ടോപ്പിക്സാണ് ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയോ ഇല്ലേ എന്ന് പറയുക. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയുക. എല്ലാവർക്കും താങ്ക് യു.